നിങ്ങളുടെ ബാക്ക് പെയിന് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഞാനീ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ, നമ്പർ 1, ഹെവി വെയിറ്റുള്ള സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇനി നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഊര ബെൻഡ് ചെയ്തിട്ട് എടുക്കാതെ അതിൻ്റെ പകരം ഇതുപോലെ മുട്ട് ബെൻഡ് ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്പർ 2, ഒരുപാട് സമയം ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഓഫീസ് ജോബൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് എണീറ്റ് നടക്കുക നിൽക്കുക ചെയ്തിട്ട് വീണ്ടും വർക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഇരിക്കുന്ന ചെയർ പ്രോപ്പറായിട്ടുള്ള ബാക്ക് സപ്പോർട്ട് ഉള്ള ചെയറാണെന്ന് ഉറപ്പുവരുത്തുക. നമ്പർ 3, നിങ്ങൾ ഉറങ്ങുമ്പോൾ പ്രോപ്പർ പൊസിഷനിലാണ് കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഒരിക്കലും കമിഴ്ന്ന് കിടക്കരുത്. അതുപോലെ തന്നെ ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ തന്നെ കാൽമുട്ടിനിടയിൽ ഒരു പില്ലോ വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കിടക്കുന്ന ബെഡ് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. സ്പ്രിംഗ് ബെഡ് പോലെയുള്ള അധികം ആക്ഷനുള്ള ബെഡ് ഒഴിവാക്കുക. നമ്പർ 4, പെട്ടെന്നുള്ള ബോഡി മൂവ്മെൻറ്റുകൾ ഒഴിവാക്കുക. നമ്മൾ പെട്ടെന്ന് ബോഡി ടേൺ ചെയ്യുക, അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കാം. നമ്പർ 5, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് വളരെ ലേറ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹൈ ഇമ്പാക്റ്റ് എക്സസൈസുകളൊക്കെ ഒഴിവാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സർഫസ് നമുക്ക് സേഫാണെന്ന് ഉറപ്പുവരുത്തുക. ഹാർഡായിട്ടുള്ള സർഫസുകളൊക്കെ എക്സസൈസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ വലിയൊരു മിസ്റ്റേക്കാണ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടായിട്ടും അത് കൺസിഡർ ചെയ്യാതെ വീണ്ടും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്.